എല്ലാം നല്ല ക്വാളിറ്റി വെഹിക്കിൾസാണ്. ഉള്ളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. നല്ല വണ്ടികളാണ്, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. അതൊന്നും കൂടുതലും നമുക്ക് ചിന്തിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. എല്ലാ ഭാഗം ക്ലിയർ ചെയ്തിട്ടാണ് കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് വണ്ടി അവർ നൽകുക. ഇപ്പം മീൻ കച്ചവടത്തിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. നമുക്ക് പെട്ടി പോലും പുറത്ത് പോകേണ്ട ആവശ്യമില്ല, മീൻ പെട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ടോറസ് സെഗ്മെൻറ്റ് വാഹനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 12 വീല് 14 വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭാരത് ബെൻസിൻ്റെ, ടാറ്റയുടെ വരുന്നുണ്ട്, പ്രൈമ, സിഗ്മ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനും നിങ്ങളും ഇന്ന് വരെ കാണാത്ത വാഹന ലേലാണ് ഓഗസ്റ്റ് മാസം 13-ാം തീയതി ഫ്രീഡം ഓപ്ഷൻ സെയിൽ ശ്രീറാം ഓട്ടോമാണ് നടത്തുന്നത്. വ്യാഴാഴ്ചയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ പിറകിൽ കാണുന്ന എല്ലാ വാഹനങ്ങളും ലേലത്തിലുണ്ടാവും. A to Z എല്ലാ വാഹനങ്ങളുണ്ട്. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മുണ്ടൂരാണ്. യൂസ്ഡ് കാർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് ഫേസിൽ വരുന്ന മാരുതി സ്വിഫ്റ്റ്, അതുപോലെ തന്നെ മഹേന്ദ്രയുടെ XUV 500, ട്രാവലറുകൾ പല സീറ്റിംഗ് കപ്പാസിറ്റിയിൽ വരുന്നുണ്ട്. യൂസ്ഡ് കാറുകൾ ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണാം 3 സിലിണ്ടർ സ്വിഫ്റ്റ്. ഇതിപ്പോൾ വേണ്ടത് നിങ്ങൾക്ക് 4 സിലിണ്ടർ വേണമെങ്കിൽ 4 സിലിണ്ടർ സ്വിഫ്റ്റ് ഇറക്കണം. മാരുതി എർട്ടിഗ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ടാക്സി പർപ്പസ് ആണ്. നമുക്ക് പ്രൈവറ്റ് വാഹനങ്ങൾ മാത്രമല്ല ടാക്സി പർപ്പസ് ആയിട്ടുള്ള വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലേലം തന്നെയാണ്. 2 വീലർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈക്കുകൾ വരുന്നുണ്ട്, സ്കൂട്ടറുകൾ വരുന്നുണ്ട്, അതിൽ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തരം 2 വീലേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കാറുകൾ അവൈലബിൾ ആണ്. ടെമ്പോ ട്രാവലറുകൾ പല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ മഹേന്ദ്രയുടെ ജീറ്റോ, പിക്കപ്പ്, എയ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതാണ്ടോ ഒരു പുതിയ സെലീരിയൊക്കെ എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ നല്ല ലാഭത്തിൽ നമുക്ക് ഈ ഒരു ലേലത്തിൽ പങ്കെടുത്താൽ കിട്ടും. സെലീരിയ കിടക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ സേഫസ്റ്റ് കാർ എന്നറിയപ്പെടുന്ന ടാറ്റ നെക്സോ ഉണ്ട്, സിയാസ് ഉണ്ട്, അത് ബോഡി കവേർഡ് ടൈപ്പ് വാഹനങ്ങളുണ്ട്, ടോറസ് ഉണ്ട്. ടോറസിൽ തന്നെ 14 വീല് 16 വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാത്തരം വാഹനങ്ങളുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ചുമ്മാ തള്ളു പറയുന്നതല്ല. കാരണം ഓട്ടോറിക്ഷ ഉണ്ട്, അതുപോലെ തന്നെ ടോറസുകൾ വരുന്നുണ്ട്, JCB വരുന്നുണ്ട്. മറ്റേ സാധാരണ നമുക്ക് കച്ചവട ആവശ്യങ്ങൾക്ക് മീൻ കച്ചവടം, വെജിറ്റബിൾ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അതുപോലെയുള്ള ജീറ്റോ പോലുള്ള വാഹനങ്ങളുണ്ട്. കുറച്ച് ബോഡി ടൈപ്പ്, കുറച്ച് ബോഡി കയറ്റിയ വണ്ടികളുണ്ട്. ഇതൊക്കെ നമുക്ക് ലേലത്തിൽ കിട്ടുകയാണ് കേട്ടോ. ഇപ്പം മീൻ കച്ചവടത്തിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. നമുക്ക് പെട്ടി പോലും പുറത്ത് പോകേണ്ട ആവശ്യമില്ല, മീൻ പെട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ടോറസ് സെഗ്മെൻറ്റ് വാഹനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 12 വീല് 14 വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭാരത് ബെൻസിൻ്റെ, ടാറ്റയുടെ വരുന്നുണ്ട്, പ്രൈമ, സിഗ്മ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. യൂസ്ഡ് കാറുകൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തരം കമ്പനികളുടെ യൂസ്ഡ് കാറുകൾ അവൈലബിൾ ആണ്. ഹ്യുണ്ടായുടെ ഉണ്ട്, മാരുതി ഉണ്ട്. മാരുതി ഓൾട്ടോ 800 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി വെഹിക്കിൾസാണ്. ഉള്ളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. നല്ല വണ്ടികളാണ്, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. അതൊന്നും കൂടുതലും നമുക്ക് ചിന്തിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. എല്ലാ ഭാഗം ക്ലിയർ ചെയ്തിട്ടാണ് കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് വണ്ടി അവർ നൽകുക. ഉള്ളും കാര്യങ്ങളൊക്കെ കണ്ടില്ല, നീറ്റ് വണ്ടിയാണ്, പേപ്പേഴ്സ് ക്ലിയർ ആണ്. ജസ്റ്റ് എല്ലാത്തിൻ്റെ ഉള്ളും പുറമെ കാണിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഷോറൂമുകൾ പോലെയല്ല. ഒരുപാട് വണ്ടികൾ ഉള്ളതുകൊണ്ടാണ് ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് എല്ലാം കാണിച്ചു തരുന്ന ഉള്ളും പുറമൊക്കെ നന്നായി കാണിച്ചു തരണം, എല്ലാ ഡീറ്റെയിൽസും തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ഷോറൂമിൽ കിടക്കുന്ന വണ്ടികളല്ല, ഒരു 10 ഷോറൂമിൽ കിടക്കുന്ന വണ്ടികളാണ് ഒറ്റയടിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് പ്രൈവറ്റ് അല്ല, നിങ്ങൾക്ക് ടാക്സി പർപ്പസിനാണ് വാഹനങ്ങൾ, കാറുകൾ നോക്കുന്നെങ്കിൽ ആ ടൈപ്പ് വണ്ടികളുണ്ട് കേട്ടോ. നല്ല വണ്ടികളാണ്, ഉള്ളും പുറമൊക്കെ നീറ്റാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ വാഹനങ്ങളുടെ എല്ലാം തന്നെ ഉള്ളും പുറവും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്കുണ്ട്. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ഷോറൂമുകളിൽ ഉള്ള വണ്ടികളാണ് ഈ ഒരു ഒറ്റ ലൊക്കേഷനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളുടെ ഡീറ്റെയിൽസും ഉള്ളും പുറമൊക്കെ കാണിക്കുക പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ടാണ് അത് ചെയ്യാത്ത വേറൊന്നും വിചാരിക്കേണ്ട. എനിക്കും നല്ല ആഗ്രഹമുണ്ട് എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഊബറും കാര്യങ്ങളൊക്കെ ഓടുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല വണ്ടി നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോൾ എന്തായാലും യൂസ്ഡ് വണ്ടിയല്ല, അതിൻ്റേതായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവും. പക്ഷേ എൻജിൻ സൈഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് കേട്ടോ. പിന്നെ ട്രാവലർ ഈ പറഞ്ഞ പോലെ പല കാറ്റഗറിയിൽ പെടുന്ന ട്രാവലർ, പല സീറ്റിംഗ് കപ്പാസിറ്റിയിൽ വരുന്ന ട്രാവലറുകളുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു വാഹനം ഈക്കോ. നമുക്കിപ്പോൾ കച്ചവട ആവശ്യങ്ങൾക്കും യാത്രാ സൗകര്യത്തിനൊക്കെ പറ്റുന്നതാണ്. നല്ല വണ്ടി കേട്ടോ. ഇതൊക്കെ കിട്ടുന്നതിൻ്റെ ഭാഗ്യമാണ്. കാരണം കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഉള്ളും പുറമൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോൾ എൻജിൻ സൈഡ് വേണമെങ്കിൽ നമുക്ക് മെക്കാനിക്കിനെ ബാക്കിയുള്ള ആളുകളൊക്കെ വന്ന് നോക്കിപ്പിക്കാൻ പറ്റുമല്ലോ. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. നല്ല വണ്ടികളാട്ടോ കണ്ടോ. ഇതൊക്കെ നമ്മൾക്കിപ്പോൾ കിട്ടുന്ന ആളുകൾക്ക് ലെക്കാണ്. കാരണം ഇതൊക്കെ ഷോറൂമിൽ നിന്ന് എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വില കൂടും. ഇതൊക്കെ ഡയറക്റ്റ് നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്യണമല്ലോ ലേലം വിളിച്ചിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഗുണങ്ങളുണ്ടാവും. പിന്നെ ടാക്സി പർപ്പസ് നോക്കുന്നവർക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല കുറച്ച് ആളുകളായിട്ട് എന്നും ഹോട്ടൽ കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇതാ നല്ല ക്രൂയിസർ കിടക്കുന്നുണ്ട്. വലിയ വാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഞാൻ അവിടെ നിന്ന് പ്രൈമിങ് കാര്യങ്ങളൊക്കെ കാണിച്ചെന്നില്ലേ 12 വീല് 14 വീലൊക്കെ. അപ്പോൾ ആ ഒരു ഇതിനേക്കാളും നമുക്ക് പല കളറിലും പല ബഡ്ജറ്റിലും വേരിയൻറ്റിലും നാഷണൽ പെർമിറ്റ് വരെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന കാലി സ്ഥലങ്ങൾക്കൊക്കെ ആ ഒരു 13-ാം തീയതി ആകുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഫില്ല് ഔട്ടാണ്. നമുക്ക് നടക്കാൻ പറ്റില്ല, അത്രയധികം വണ്ടികൾ വരാനുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് വണ്ടികളുണ്ട്, അതാണ് മറ്റൊരു പ്രത്യേകത. കാണാൻ പറ്റും നമുക്കിപ്പോൾ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ ഓടി നടക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്തുകൊണ്ട് ഉപകാരമാണ് ഈ ഒരു ലേലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഉണ്ട്,
അതുപോലെ തന്നെ ടോറസ് ഉണ്ട്, കാറുകളുണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്. ശ്രീറാം ഓട്ടമാണ് സ്വാതന്ത്ര്യ ദിനത്തിനോടനുബന്ധിച്ച് ഒരു വലിയ വാഹന ലേലം സംഘടിപ്പിക്കുന്നത്. ഫ്രീഡം ഓപ്ഷൻ സെയിലാണ്. ഇവരുടെ എല്ലാ യാർഡുകളിലും ഈ ഒരു സെയിലിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് വാഹനങ്ങൾ കൂടുതലുണ്ടായിരിക്കും. നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല. അത്രയും വാഹനങ്ങൾ അണിനിരത്തിക്കൊണ്ടാണ് ഈ ഒരു വാഹന ലേലം ഇവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വാഹനങ്ങൾ വന്ന് നോക്കാനും ചെക്ക് ചെയ്യാനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ സെറ്റ് ചെയ്ത് തരും. കാരണം ഞായറാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ച ലേലം നടക്കുന്ന ദിവസം നമുക്ക് വാഹനങ്ങൾ ചെക്ക് ചെയ്യാൻ കഴിയില്ല. ഈ ബാക്കി വരുന്ന എല്ലാ ദിവസങ്ങളിലും രാവിലെ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും. അപ്പം നമുക്ക് വാഹനങ്ങൾ വന്ന് നോക്കാനും മെക്കാനിക്കിന്, ഇലക്ട്രീഷ്യൻ ആരെ വന്ന് കൊണ്ടുപോകും വാഹനം നോക്കിപ്പിക്കാനും ഒക്കെ ഇവർ സൗകര്യം ചെയ്തു തരും. ലേലത്തിൽ പങ്കെടുത്ത് നമ്മൾ വാഹനങ്ങൾ നല്ലതൊക്കെ നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ലാഭത്തിൽ സ്വന്തമാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഫേസിൽ വരുന്ന മാരുതി സ്വിഫ്റ്റ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ സ്വിഫ്റ്റിൽ തന്നെ 4 സിലിണ്ടർ 3 സിലിണ്ടർ വരുന്നുണ്ട്. പിന്നെ കുറച്ച് വലിയ വാഹനങ്ങൾ നോക്കുന്നവർക്ക് അതുപോലെ എണ്ണി പറയുന്നില്ല, എല്ലാ വാഹനങ്ങളുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വേണം. ഒരു 120 രൂപ നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് വേണം. ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എമൗണ്ട് നമ്മളിപ്പോൾ ലേലത്തിൽ പങ്കെടുത്തിട്ട് വാഹനങ്ങൾ സ്വന്തമാക്കിയില്ലെങ്കിൽ ആ 20,000 രൂപ നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ടത് പാൻ കാർഡ്, ആധാർ കാർഡ് മസ്റ്റായിട്ടും കൊണ്ടുവരണം. അത് മാത്രം മതി.